അധ്യായം 46. പല സത്യങ്ങളും നമ്മൾക്ക് കാലത്തിൻ്റെ തികവിലാണ് ബോധ്യമാവുക. ഓരോ സമയത്തും നമ്മൾക്ക് ബോധ്യമാവേണ്ടത് ബോധ്യമായില്ലെങ്കിൽ വളരെയേറെ സങ്കടങ്ങൾക്ക് ഒരുപക്ഷെ കാരണമായേക്കാം. ഇന്നലെ വരെ വിശ്വസിച്ച പല കാര്യങ്ങളും തെറ്റായിരുന്നുവെന്ന് നമ്മൾക്കൊരു പക്ഷേ ഇന്നായിരിക്കും ബോധ്യപ്പെട്ടിട്ടുണ്ടാവുക. ഓരോ മനുഷ്യരും അവരുടേതായ ബോധ്യങ്ങളിലാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. നമ്മൾക്ക് എന്ത് കാര്യത്തിലും മുന്നോട്ട് പോകണമെങ്കിൽ അതിൻ്റേതായ ബോധ്യങ്ങൾ ഉണ്ടാവേണ്ടതുണ്ട്. നമ്മൾ നാളുകളായി വിശ്വസിച്ച് പോരുന്ന പല കാര്യങ്ങളും സത്യങ്ങൾ ആവണമെന്നില്ല. നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളിൽ നമ്മൾക്ക് വ്യക്തമായ ബോധ്യം ഉണ്ടാവേണ്ടതുണ്ട്. നമ്മുടെ ചുറ്റിലും എത്ര ദാരുണമായ സംഭവങ്ങളാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. പലവട്ടം ആളുകൾ അപകടത്തിൽപ്പെട്ടത് കണ്ടിട്ടും കാര്യങ്ങളുടെ കാര്യവും മനസ്സിലാക്കാതെ അതേ സാഹചര്യത്തിലൂടെ അപകടത്തിൽപ്പെട്ട് ജീവനുകൾ നഷ്ടപ്പെട്ടു പോകുന്ന നിരവധി മനുഷ്യരാണ് നമുക്ക് ചുറ്റിലുമുള്ളത് എന്നത് വളരെയേറെ ദുഃഖകരമാണ്. ഇരുചക്ര വാഹനത്തിൽ യാത്ര ചെയ്യുമ്പോൾ തലയിൽ ഹെൽമറ്റ് ധരിക്കേണ്ടതിൻ്റെ ആവശ്യകത ഇപ്പോഴും പലർക്കും ശരിയായിരിക്കും ബോധ്യമായിട്ടില്ല എന്നത് നമ്മുടെ ചുറ്റുപാട് നോക്കിയാൽ പലപ്പോഴും ഒരു പക്ഷേ കാണാൻ കഴിഞ്ഞേക്കും. അപകടം സംഭവിച്ചു കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾക്കൊന്നും ചെയ്യാൻ കഴിയില്ലല്ലോ. ചെയ്യേണ്ട കാര്യങ്ങൾ ചെയ്യേണ്ടതുപോലെ ചെയ്താൽ മാത്രമാണ് കാര്യങ്ങൾ സുഗമമായി മുന്നോട്ട് പോവുകയുള്ളൂ. നമ്മൾക്ക് ആവശ്യമായ കാര്യങ്ങൾ വേണ്ടതുപോലെ ബോധ്യപ്പെടാൻ, അതിനെക്കുറിച്ച് വ്യക്തമായി പഠിക്കാൻ നമ്മൾ ഓരോരുത്തർക്കും ഇനിയെങ്കിലും കഴിയട്ടെ. നമ്മൾക്ക് ബോധ്യമായ സത്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുമെങ്കിൽ അവയെല്ലാം വേണ്ടതുപോലെ ഉപയോഗപ്പെടുത്താൻ എല്ലാവർക്കും സാധിക്കട്ടെ. നമ്മൾക്കുണ്ടായ ബോധ്യങ്ങൾ ശരിയാണെന്ന് ഉറപ്പുണ്ടെങ്കിൽ മാത്രമേ മറ്റുള്ളവരുമായി പങ്കുവയ്ക്കാൻ പാടുള്ളൂ. തെറ്റായ കാര്യങ്ങൾ ഒരു കാരണവശാലും ആരോടും പറയാതിരിക്കുക. ഓരോ മനുഷ്യരുടെയും സമയം വളരെ വിലപ്പെട്ടതാണ്. നമ്മൾക്കുണ്ടായ ശരിയായ ബോധ്യങ്ങൾ മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നതാണെങ്കിൽ മാത്രം പങ്കുവയ്ക്കുക. അതിലൂടെ മറ്റുള്ളവരുടെ ജീവിതത്തിലും ഉയർച്ചകൾ ഉണ്ടാവട്ടെ.